ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചിൻ്റെ ഇന്ന് നമ്മൾ നോക്കുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസിൽ നിന്നുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇന്ന് അതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റ്, ആൻസർ ഡിസ്കഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ ഈസ് മെഷേർഡ് ഇൻ. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൻ്റെ സ്പീഡ് മെഷർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ, ഏതാ ആൻസർ? നിങ്ങൾ കൂടെ എഴുതിപ്പോയേ. ഏതാണ്? PPM ആണ് അല്ലേ? PPM ആണ്. എന്താ ഫുൾ ഫോം? പേജസ് പെർ മിനിറ്റ്. ഓക്കെ, എത്ര മിനിറ്റിലാണ്, അല്ല, ഒരു മിനിറ്റിനകത്ത് എത്ര പേജ് എടുക്കുന്നുണ്ട് എന്നാണ് നോക്കുന്നത്. ഇനി അടുത്തതുണ്ട് എന്താണ്? പ്രിന്റർ ക്വാളിറ്റി. ഓക്കെ, പ്രിന്റർ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് എന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DPI-യിലാണ്. അതെന്താണ്? ഡോട്ട്സ് പെർ ഇഞ്ച്. ഓക്കെ, അപ്പോൾ പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് PPM-ലാണ്, പേജസ് പെർ മിനിറ്റ്. പ്രിന്ററിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നത് DPI-യിലാണ്, ഡോട്ട്സ് പെർ ഇഞ്ച്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ റിഫ്രഷിംഗ് വിച്ച് ഫംഗ്ഷൻ കീ ഇസ് യൂസ്ഡ്? താഴെ പറയുന്നതിനകത്ത് ഏത് ഫംഗ്ഷൻ കീ ആണ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ്. F5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. F1 എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനാണ്? ഹെൽപ്പ് മെനു ആണ് അല്ലെ? ഓൾമോസ്റ്റ് എല്ലാത്തിലും ഹെൽപ്പ് മെനു ആണ്. F11 ആണെങ്കിൽ ഫുൾ സ്ക്രീനിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫുൾ സ്ക്രീനിന് വേണ്ടിയിട്ടാണ് F11. ജനറലി ആയിട്ടുള്ള ഉപയോഗങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇനി F7 നമ്മളുടെ വേർഡിനകത്ത്, എക്സലിനകത്ത്, പവർ പോയിന്റിനകത്തൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്പെൽ ചെക്കിനാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുക, ഓരോന്നും പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ F1 ഹെൽപ്പിനാണ് ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. F7 എവിടെയാണ് ഉപയോഗിക്കുന്നത്? വേർഡ്, എക്സല്, പവർ പോയിന്റ്. സ്പെസിഫിക് ആയിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനകത്തെ കാര്യമാണ് പറഞ്ഞത്. മറ്റത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ റാം ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ F5 ആണ് ഉപയോഗിക്കുക. F11 എന്താണ്? ഫുൾ സ്ക്രീനിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെമ്മറി വിച്ച് ഈസ് പ്രോഗ്രാംഡ് അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചർ. എന്താണ്? നിർമ്മിക്കുന്ന സമയത്ത് തന്നെ, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ള മെമ്മറി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, റാം, റോം ഒക്കെ ഉണ്ട്. ഏതാണ്? റോം ആണ് അല്ലേ? റീഡ് ഓൺലി മെമ്മറി ആണ്. നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമാണ് പറ്റുള്ളൂ. ഇതാണ് എന്ത്? മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്തായിട്ടുള്ളത്? മെമ്മറി മീൻസ് കോഡുകൾ അതിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ്? ഇത് നോൺ വോളറ്റൈൽ ആണ്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാകാത്ത മെമ്മറിയാണ്. റാം എന്താ? റാൻഡം ആക്സസ് മെമ്മറി അല്ലേ? റാൻഡം ആക്സസ് മെമ്മറി എന്താണ്? വോളറ്റൈൽ ആണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ, പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടമാകുന്ന മെമ്മറിയാണ്. ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്ക് ഒക്കെ എന്താണ്? നമ്മളുടെ സെക്കൻഡറി സ്റ്റോറേജ് ആണ് അല്ലെ? സെക്കൻഡറി സ്റ്റോറേജ് ആണ്. എന്താണ് സെക്കൻഡറി സ്റ്റോറേജിന്റെ പ്രത്യേകത? യൂസർ അല്ലെങ്കിൽ യൂസറിന്റെ ഫയൽസ് എല്ലാം എവിടെയാണ് ഉണ്ടാവുക? ഈ പറയുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനകത്താണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 4 കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നോക്കാം. ദ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിംഗ് എ കമ്പ്യൂട്ടർ ബൈ ലോഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം എ secondary storage device. Okay, secondary storage device into computer memory is called. ഓപ്ഷൻസ് നോക്കിയേ. ഇതിൽ ചാടി കയറിയിട്ട് പലരും ബൂട്ടിംഗ് എന്ന ആൻസർ പറയും. അതിനാണ് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഫ്രം സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്നാണ്. ഫ്രം റോമിൽ നിന്നാണെങ്കിൽ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ടുള്ള റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ ഇപ്രോം അങ്ങനെയുള്ള റീഡ് ഓൺലി മെമ്മറിയിൽ നിന്നായിരുന്നെങ്കിൽ ഇതിന്റെ ആൻസർ ബൂട്ടിംഗ് ആവുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ DVD ആവാം, CD ആകാം, ഫ്ലോപ്പി ഡിസ്ക് ആവാം, ഹാർഡ് ഡിസ്ക് ആവാം. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ നിന്നും എന്താണ് കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്യുന്നതിന് എന്താ പറയാ? അതിനെയാണ് പേജിംഗ് എന്ന് പറയാ. കൺഫ്യൂസ് ചെയ്യരുത്. സെക്കൻഡറി മെമ്മറി എന്നാണ് ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് പേജിംഗ് എന്നാണ്. പ്രൈമറി മെമ്മറി എന്നാണെന്നുണ്ടെങ്കിൽ, പ്രൈമറി മെമ്മറി എന്നാണ് ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ബൂട്ടിംഗ് എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ഡംപ് ടെർമിനൽ.
ഡംപ് ടെർമിനൽ നമ്മൾ മെയിനായിട്ടും ക്യാരക്ടർ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ കമാൻഡ് യൂസർ ഇന്റർഫേസിനകത്താണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഡംപ് ടെർമിനൽ എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന പെരിഫറൽ ഡിവൈസസിന്റെ ക്ലബ്ബ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുക. അപ്പോൾ എന്താണ് ഡംപ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആകെ ഒരു കീബോർഡും സ്ക്രീനും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് ഡംപ് ടെർമിനൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിനകത്താണ് നമ്മൾ ഈ പോയിന്റിംഗ് ഡിവൈസസ് അങ്ങനെയുള്ള ഒരുപാട് ഉപകരണങ്ങൾ വന്നിട്ടുള്ളത്. കമാൻഡ് യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ ക്യാരക്ടർ യൂസർ ഇന്റർഫേസിനകത്ത് ഉണ്ടായിരുന്നത് എന്താണ്? കീബോർഡും സ്ക്രീനും ആണ് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അത് അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. സോ ഡംപ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡ് ആൻഡ് സ്ക്രീൻ എന്നുള്ളത് ഉദ്ദേശിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നേ? ഒക്ടൽ ഇക്വലന്റ് ഓഫ് ദിസ് ബൈനറി നമ്പർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ 8 കൊണ്ട് ഹരിച്ച് ഇൻവേർട്ടൊക്കെയാണ് എടുക്കേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന രീതി. ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തരാം. ഒക്ടൽ ഇക്വലന്റ് ഓഫ് എ ബൈനറി എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്ന നമ്പറിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ 3 അക്കങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എവിടെയൊക്കെ സ്പ്ലിറ്റ് വരും? ഇവിടെ ഒരു സ്പ്ലിറ്റ് വരും, അതായത് ഇവിടെ നോക്കിയേ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഒരു സ്പ്ലിറ്റ് വരുന്നത് ഇവിടെയാണ്, 0, 0, 1 ഒരു സ്പ്ലിറ്റ്, പിന്നെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ്, ഈ 1 ഒറ്റയ്ക്ക് വരും. അപ്പൊ നമുക്ക് ഇവിടെ 0 അഡീഷണലി ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 0, 0, 1 സ്പ്ലിറ്റ് വന്നു, 1, 1, 0 സ്പ്ലിറ്റ് വന്നു, 0, 0, 1. ഇത് 2 എണ്ണം ഞാൻ ഇട്ടേക്കുന്നത് എന്തിനാ? ആ 3 അക്കം തികയ്ക്കാനായിട്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ബൈനറി നമ്പറിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 എണ്ണം വെച്ച് ഇതുപോലെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റപ്പ് ചെയ്യുക. ഇനി അറിയാലോ, ഇനി നമ്മൾ എന്തെഴുതണം? 1, 2, 4, 8 അങ്ങനെ എഴുതി പോവുക. 1, 2, 4, 8 എന്ന് പറയുന്നത് 2⁻0, 2⁻1, 2⁻3 എന്നുള്ള ആ ഒരു കണക്കാണ്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിലൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ ചോദിച്ചാൽ ഞാൻ ഈ ഒരു ഫയൽ അയച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 1, 2, 4, 8 എഴുതി പോകുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഇവിടെ 1 ഉള്ളൂ, അപ്പൊ നമുക്ക് 1 കിട്ടി. ഇവിടെ നോക്കിയേ, 1, 2, 4 എഴുതി. ഇനി ഇവിടെ 0 നമുക്ക് കൂട്ടണ്ട, 1 കൂട്ടിയാൽ മതി. അപ്പൊ നോക്കിയേ, 4 + 2 6 എന്ന് കിട്ടി. ഇനി ഇവിടെ എഗെയിൻ നോക്കുക, 1, 2, 4 0, 0 നമുക്ക് മൈൻഡ് ചെയ്യണ്ട, 1ന്റെ കറസ്പോണ്ടിങ് വാല്യൂ എഴുതിയാൽ മതി 1. അപ്പൊ കറസ്പോണ്ടിങ് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 161 എന്നുള്ളത് ആൻസർ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കുറച്ച് എന്ത് ചെയ്യാം, വർക്കൗട്ടുകൾ നടത്താം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ടെലഗ്രാമിൽ പറഞ്ഞാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് വേണോ വേണ്ടയോ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കാര്യങ്ങളും കൂടെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാന്ന് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മൾ എന്ത് ചെയ്യണം? 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഇതാണ് ഓർഡർ എന്നുള്ളത് ഓർത്തിരിക്കണം. പിന്നെ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട വാല്യൂസ് ആണ് 1, 2, 4, 8, 16, 32, 64 അങ്ങനെയുള്ള വാല്യൂ. അതായത് 2⁻0 മുതൽ 2⁻10 വരുമ്പം 1024 വരും. ഇങ്ങനെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് കറസ്പോണ്ടിങ് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതണം, റൈറ്റ് ടു ലെഫ്റ്റ് 1, 2, 4. 0, 0 മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്കിവിടെ 1 കിട്ടും. എഗെയിൻ നമ്മൾ 1, 2, 4 എഴുതുമ്പോൾ 0 മൈൻഡ് ചെയ്യേണ്ട, 4 + 2 6 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ 1 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ 161 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? അടുത്തത് നോക്കുക. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് വാലിഡ് അബൌട്ട് ഇന്റർപ്രെറ്റർ? ഇന്റർപ്രെറ്ററിനെ സംബന്ധിച്ച് വാലിഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ് എന്നാണ് നോക്കാൻ പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ എൻറ്റയർ പ്രോഗ്രാം അറ്റ് എ ടൈം എൻറ്റയർ പ്രോഗ്രാം ചെയ്യുന്നത് ആരാ എന്നൊന്ന് പറയണേ. ഒബ്ജക്റ്റ് കോഡ് ഈസ് സേവ്ഡ് ഫോർ ഫ്യൂച്ചർ യൂസ്, അതൊന്നും അല്ല, അങ്ങനെ ചെയ്യാറുമില്ല. ഇറ്റ് ട്രാൻസ്ലേറ്റ് 1 ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം, ടെസ്റ്റിംഗ് പ്രോഗ്രാമും അല്ല. അപ്പൊ ഇതൊന്നും അല്ല. ഇതേതാണ്? 1 ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഇന്റർപ്രെറ്റർ. എൻറ്റയർ പ്രോഗ്രാം ആണെങ്കിലോ കമ്പൈലർ ആണ്. ഓക്കെ, എൻറ്റയർ പ്രോഗ്രാമിനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പൈലർ ആണ്. 1 ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം ആണെന്നുണ്ടെങ്കിൽ ഇന്റർപ്രെറ്റർ ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്കുക. വിച്ച് ലാംഗ്വേജ് ഇസ് ഡയറക്ട്ലി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടർ വിത്തൗട്ട് എ ട്രാൻസ്ലേഷൻ പ്രോഗ്രാം? ട്രാൻസ്ലേഷൻ പ്രോഗ്രാംസ് ഒന്നും നടത്താതെ തന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്.
ഓക്കെ, മെഷീൻ ലാംഗ്വേജ്. ഇതിന്റെ അടുത്ത പേരുകൾ പഠിച്ചു വെക്കണം. ബൈനറി ലാംഗ്വേജ്, അതുപോലെ തന്നെ ലോ ലെവൽ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് മെഷീൻ ലാംഗ്വേജിനെ തന്നെയാണ്. ക്ലിയർ? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹ്യൂമൻ റീഡബിൾ ഫോമിലുള്ള ഭാഷയാണ് എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. ഇനി ഹൈ ലെവൽ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജിനെയും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അവിടെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കത്തുള്ളൂ. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജിനെയും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളുകളാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. ഓക്കെ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അതുപോലെ തന്നെ അസംബ്ലർ ഒക്കെ. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ASCII കോഡ് സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് അല്ലെ, അറിയാലോ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ് ASCII കോഡിന്റെ ഫുൾ ഫോം. നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം എന്താണ്? PYQ വർക്കൗട്ട് ആണ് കേട്ടോ. നേരത്തെ തന്നെ PSCയിൽ റാൻഡം ആയിട്ട് വരുന്ന PYQs ആണ്. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള PYQs ആണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് നോക്കുക. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് എ പോസ്റ്റ്? പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ കമ്പ്യൂട്ടർ ഓൺ ആകുന്ന സമയത്ത് നമ്മളുടെ കീബോർഡിലെ LEDs ഒന്ന് ബ്ലിങ്ക് ചെയ്യും, മൗസ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും, സ്ക്രീൻ ഒന്ന് ഫിൽ ചെയ്ത് പോകും. അപ്പം അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പോസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസിനും ആവശ്യമായിട്ടുള്ള പവർ കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ്. അപ്പൊ എന്താണ്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആണ് അതിന്റെ ഫുൾ ഫോം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓരോ ഡിവൈസിനും കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഡിവൈസിനും അതിന് ആപ്റ്റ് ആയിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വോൾട്ടേജ് പവർ ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് പോസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വിൽ അപ്പിയർ ഓൺ എ സ്ക്രീൻ ഇഫ് യു പ്രസ് ഷിഫ്റ്റ് 5? ഷിഫ്റ്റ് 5 എന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ആണ് കിട്ടുക. ഓക്കെ, ആംപ്രസാൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് +7 ആണ് പ്രസ് ചെയ്യേണ്ടത്. ആസ്റ്ററിക്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 8 ആണ് പ്രസ് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് +8 ആണ്. ഹാഷ് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് +3 ആണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പെർസെൻറ്റേജ് സൈൻ കിട്ടാനായിട്ട് ഷിഫ്റ്റ് +5 ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കറസ്പോണ്ടിങ് മറ്റു ഓപ്ഷൻസും കൂടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നോക്കുക. ദ സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് സിസ്റ്റം ട്രേ ആർ പാർട്ട് ഓഫ് എ വാട്ട് ഫീച്ചർ ഓഫ് എ വിൻഡോസ്? വിൻഡോസിന്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്, ഏത് ഫീച്ചറുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാർട്ട് ബട്ടണും സിസ്റ്റം ട്രേയും? ഓക്കെ, ഏതാണ്? ടാസ്ക് ബാറുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവിടുത്തെ ഡിഫറെന്റ് ആപ്പുകളും അതുപോലെ തന്നെ ഫയൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനായിട്ടാണ് സ്റ്റാർട്ട് ബട്ടൺ ഉപയോഗിക്കുന്നത്. സിസ്റ്റം ട്രേ എന്ന് പറയുന്നത് എന്താണ്? ക്ലോക്ക്, കലണ്ടർ, പിന്നെന്താണ് നമ്മളുടെ നെറ്റ്വർക്കിന്റെ സിമ്പിള്, ഹോട്ട്സ്പോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും മെസ്സേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടാവുക? സിസ്റ്റം ട്രേയിലാണ് ഉണ്ടാവുക. ഇനി സ്റ്റാർട്ട് ബട്ടൺ എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. സിസ്റ്റം ട്രേ എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. അപ്പൊ നമ്മളുടെ ടാസ്ക് ബാർ ഏറ്റവും താഴെയുള്ള ഹൊറിസോണ്ടൽ ബാർ ആണ് ടാസ്ക് ബാർ എന്ന് നമുക്കറിയാം. ടാസ്ക് ബാറിന്റെ ഈ ഒരു ഭാഗത്താണ് സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലാണ് സിസ്റ്റം ട്രേ ഉള്ളത്. സിസ്റ്റം ട്രേയിലെ കണ്ടന്റുകളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ അടുത്തത് നോക്കിയേ. ചാൾസ് ബബേജ് ഇൻവെന്റഡ്. ചാൾസ് ബബേജ് ഇൻവെന്റ് ചെയ്തിട്ടുള്ള മെഷീൻ ഏതാണ്? അനലിറ്റിക്കൽ എഞ്ചിൻ ആണ്. ഓക്കെ, അനലിറ്റിക്കൽ എഞ്ചിൻ ആണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഡസ് MBR സ്റ്റാൻഡ്സ് ഫോർ? MBR എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. താഴെ തന്നിട്ടുള്ളതിനകത്ത് ഏതാണെന്ന് നോക്കുക. ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. മെമ്മറി ബസ് രജിസ്റ്റർ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് ഞാൻ യൂട്യൂബിൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് കിട്ടിക്കോളും. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക. MBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി ബസ് രജിസ്റ്റർ എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് MAR എന്ന് പറഞ്ഞതുണ്ട്, മെമ്മറി അഡ്രസ്. ഓക്കെ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. പിന്നെ PC എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്, അതാണ് പ്രോഗ്രാം കൗണ്ടർ.
ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം ഏതാണ് എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് ACC അല്ലെങ്കിൽ A എന്ന് എഴുതാറുണ്ട്. ദാറ്റ് മീൻസ് അക്യുമുലേറ്റർ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ രജിസ്റ്റേഴ്സിനകത്ത് പഠിക്കാനുണ്ട്. ഇതൊരു നെക്സ്റ്റ് ലിസ്റ്റ് ആയിട്ട് തന്നെ യൂട്യൂബിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനി അടുത്ത നോക്കുക. In Windows, the tool used for managing files and folders are called. വിൻഡോസിനകത്തെ കാര്യമാണ് ചോദിച്ചേക്കണേ കേട്ടോ. സോ വിൻഡോസ് സിസ്റ്റത്തിനകത്ത്, വിൻഡോസ് OSനകത്ത് ഫോൾഡേഴ്സും ഫയൽസും ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൂളിന്റെ പേരാണ് എന്ത്? വിൻഡോസ് എക്സ്പ്ലോറർ. ഓക്കെ, വിൻഡോസ് എക്സ്പ്ലോറർ ആണ് ആ ടൂള്. അതിനകത്ത് നമ്മളുടെ ഡ്രൈവും കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാവുക? മൈ കമ്പ്യൂട്ടറിനകത്ത് ഉണ്ടാവുക. വിൻഡോസ് എക്സ്പ്ലോററിനകത്താണ് മൈ കമ്പ്യൂട്ടർ ഉള്ളത്. മൈ കമ്പ്യൂട്ടറിനകത്താണ് നമ്മളുടെ ഡിഫറെന്റ് ഡ്രൈവ് പാർട്ടീഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇനി എന്താണ്? ഡീഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് മൈ ഡോക്യുമെന്റ്. ഓക്കെ, ഡീഫോൾട്ട് സ്റ്റോറേജ് ലൊക്കേഷൻ ആണ് മൈ ഡോക്യുമെന്റ്. ഇനി ഇത് നമ്മൾ വിൻഡോസ് 7 വരെയുള്ള വേർഷൻസിനകത്താണ് മൈ ഡോക്യുമെന്റ്. ഇത് മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്? വിൻഡോസ് 10 മൈ ഡോക്യുമെന്റ് മാറിയിട്ട് ഡോക്യുമെന്റ് എന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിൻഡോസ് 7 വരെയാണ് മൈ കമ്പ്യൂട്ടർ എന്ന് പറയുക. വിൻഡോസ് 7 തൊട്ട് ഇതിന്റെ പേര് ദിസ് PC എന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? എന്താണ്? 2007 വരെയുള്ള വിൻഡോസ് OSനകത്താണ് മൈ കമ്പ്യൂട്ടർ എന്ന് പറയുക. അതിന്റെ പേര് മാറ്റിയിട്ട് എന്തായിട്ടുണ്ട്? ദിസ് PC എന്നായിട്ടുണ്ട്. വിൻഡോസ് 7 OS വരെയാണ് മൈ ഡോക്യുമെന്റ് എന്ന് പറയുക. അത് കഴിഞ്ഞപ്പോൾ അത് എന്തായിട്ടുണ്ട്? ഡോക്യുമെന്റ് എന്നായിട്ടുണ്ട്. ക്ലിയർ? ഡോക്യുമെന്റ് എന്നായിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 4 ഓപ്ഷൻസ് വായിച്ചു നോക്കിയേ. ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? റാം ഇസ് എ റാൻഡം ആക്സസ് മെമ്മറി. ശരിയാണല്ലോ, ഇത് റെഡി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത് റാം ഇസ് വോളറ്റൈൽ. വോളറ്റൈൽ ആണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടും. ഇനി വി ക്യാൻ ഓൺലി പെർഫോം റീഡ് ഓപ്പറേഷൻസ് ഇൻ റാം. അല്ല, ഇത് തെറ്റാണ് അല്ലെ. ഇനി എന്താണ്? റാം ഇസ് ഡയറക്ട്ലി ആക്സസ്ഡ് ബൈ CPU. ഇതും ശരിയാണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇത് തെറ്റാണ്. കാരണം എന്താ? റാം ഇസ് എ റീഡ് ഓർ റൈറ്റ് മെമ്മറി എന്നാണ് പറയുക. റീഡ് ചെയ്യുകയും ചെയ്യാം, റൈറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ റീഡ് മാത്രം ചെയ്യുന്നത് എവിടെയാണ്? റോമിലാണ് റീഡ് മാത്രം നടക്കുന്നത്. റാമില് റീഡ് ഓർ റൈറ്റ് രണ്ടും പോസിബിൾ ആണ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടിയല്ലോ. ഓക്കെ, ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആസ് കമ്പയർഡ് ടു ദ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്, പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് ഹാവ്, അതായത് സെക്കൻഡറി സ്റ്റോറേജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈമറി സ്റ്റോറേജിന് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റുകൾ, അതായത് നമ്മുടെ റാമും റോമും ഫാസ്റ്റർ ആണ്, കോസ്റ്റ്ലിയർ ആണ്, കുറച്ച് സ്റ്റോറേജ് സ്പേസേ ഉള്ളൂ. അപ്പൊ ഈ താഴെ പറയുന്ന എല്ലാം ശരിയാണ്. സോ ഓൾ ഓഫ് ദീസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ദെൻ അടുത്തത് നോക്കാം. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ഫ്ലോപ്പി ഡ്രൈവ്? ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് ചോദിച്ചേക്കുന്നത്. ദ മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ഫ്ലോപ്പി ഡ്രൈവ് എന്ന് പറയുന്നത് 1.44 MB സ്റ്റോറേജ് അത്രയാണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 3.5 ഇഞ്ച് ആണ്. ക്ലിയർ? 1.44 MB. ഈ ലാസ്റ്റ് ഡിജിറ്റ് പഠിച്ചു വെക്കണം, കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ വരും. ഇത് PYQ ആണ്. സോ 1.44 ആണ് സ്റ്റോറേജ് വരുന്നത്. സൈസ് വരുന്നത് 3.5 ആണ്. അലൻ ഷുഗർട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ട് എന്നുള്ളതൊക്കെ ഓർത്തിരിക്കുക. then അടുത്തത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്ലാസിഫൈഡ് ആസ് എൻ ഇമ്പാക്ട് പ്രിന്റർ? പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുക. പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്നാണ് പറയുക. അപ്പൊ കോണ്ടാക്ട് വരുന്നത് ഏതാന്ന് മാത്രം നോക്കിയാൽ മതി, അപ്പൊ കിട്ടിക്കോളും. അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ലേസർ പ്രിന്ററും തെർമൽ പ്രിന്ററും എന്താണ്? നോൺ ഇമ്പാക്ട് ആണ്. കോണ്ടാക്ട് വരുന്നില്ല. കോണ്ടാക്ട് വരുന്നത് ഡെയ്സിവിയിലാണ്. അതുപോലെ തന്നെ ഡോട്ട് മെട്രിക്സും എന്താണ്? ഇമ്പാക്ട് പ്രിന്റർ ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഫോൾഡർ വ്യൂ ഡിസ്പ്ലേ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് എ ഫോൾഡർ ഇൻ വിൻഡോസ് എൻവയോൺമെന്റ്? അതായത് വിൻഡോസ് എൻവയോൺമെന്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വിൻഡോസ് എക്സ്പ്ലോററിനെയാണ്. അപ്പം വിൻഡോസ് എക്സ്പ്ലോററിനകത്ത് ഓരോ ഫയൽസും എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള കുറച്ച് വ്യൂസ് ഉണ്ട്. ലാസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഒരു ഫോൾഡറിന്റെ അല്ലെങ്കിൽ ഫയലിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് തരുന്ന വ്യൂ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലിസ്റ്റ് വ്യൂ, ലാർജ് ഐക്കൺ വ്യൂ, ഡീറ്റെയിൽസ് വ്യൂ, നൺ ഓഫ് ദീസ് 4 ഓപ്ഷൻസ് ആണുള്ളത്.
ഫുൾ ലിസ്റ്റ് നമുക്ക് തരുന്നത് ഡീറ്റെയിൽസ് വ്യൂ ആണ്. എത്ര വ്യൂ ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ അടുത്തത് നോക്കുക, കുറച്ച് സ്ഥലം അവിടെ വിട്ടേക്കോ ഏതൊക്കെ ഉണ്ടെന്ന് എഴുതാനായിട്ട്. ഇനി നോക്കുക, ചൂസ് ദി ഓഡ് വൺ. മൗസ്, വെബ് ക്യാം, ജോയ്സ്റ്റിക്, ട്രാക്ക് ബോൾ. ഏതാണ്? വെബ് ക്യാം ആണ്. ബാക്കിയെല്ലാം എന്താണ് ഇൻപുട്ട്, എന്താണ് റീഡർ ഇൻപുട്ട് ആണ് അല്ലെ. ഇത് റീഡറിനകത്ത് വരുന്നതാണ്, അല്ലെങ്കിൽ റീഡറിനകത്ത് വരുന്ന സ്കാനർ റീഡർ അതിൽ വരുന്നതാണ്. ഈ മൗസ്, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ ഒക്കെ പറയുന്നത് എന്താണ്? പോയിന്റിംഗ് ആൻഡ് ഡ്രോ ഡിവൈസ് ആണ് അല്ലെ. പോയിന്റിംഗ് ആൻഡ് ഡ്രോ ഡിവൈസ് ആണ് മൗസ്, ജോയ്സ്റ്റിക്ക്, ട്രാക്ക് ബോൾ. വെബ് ക്യാം എന്ന് പറയുന്ന റീഡർ അല്ലെങ്കിൽ സ്കാനർ എന്നുള്ള രീതിയിൽ ആ ഒരു ഏരിയയിൽ, ആ ഒരു ഗ്രൂപ്പിൽ പെടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നോക്കുക. ദെൻ in which printer heated pins are used to print character. heated pins ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. തെർമൽ, ഹീറ്റ്, തെർമൽ കണക്ട് ചെയ്യാലോ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ KSEBയിലെ ബില്ല്, അതുപോലെ തന്നെ നമ്മളുടെ KSRTCയിലൊക്കെ കിട്ടുന്ന പ്രിന്റർ ഒക്കെ ഹീറ്റഡ് പിൻസ് ആണ് എന്നുള്ളത് ഓർക്കാം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതൊക്കെ തെർമൽ പ്രിന്റേഴ്സ് ആണ്. സോ തെർമൽ പ്രിന്റേഴ്സിനകത്താണ് ഹീറ്റഡ് പിൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The number of digit in a number system is called. ഒരു നമ്പർ സിസ്റ്റത്തിനകത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റിനെ നമ്മൾ എന്തെന്നാ പറയുക? അതിന്റെ ബേസ് എന്നാണ് പറയുക. പ്രധാനമായിട്ടും നമുക്ക് 4 നമ്പർ സിസ്റ്റം ആണുള്ളത്. ഏതൊക്കെയാണ്? ബൈനറി, ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. ഓക്കെ, ഇങ്ങനെ 4 നമ്പർ സിസ്റ്റം ആണ് നമുക്കുള്ളത്. അതിനകത്ത് ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഒക്ടലിൻ്റെത് എന്താണ്? 8 ആണ്. ഡെസിമലില് 10 ആണ്. ഹെക്സാഡെസിമലില് 16 ആണ്. ഇനി ഇവിടെ 0 മുതൽ 1 വരെയാണ് ഉണ്ടാവുക. ഇവിടെയോ 0 മുതൽ 7 വരെയുള്ള യുണീക്ക് ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക. ഇവിടെയോ 0.9 വരെയുള്ള യുണീക്ക് ഡിജിറ്റ് ആയിരിക്കും. ഇവിടെയോ 0.9 വരെയുള്ള ഡിജിറ്റും A മുതൽ F വരെയുള്ള ABCDEF 16. ഓക്കെ, അപ്പം F വരെയുള്ള ആൽഫബറ്റ്സും ആണ് ഉണ്ടാവുക. ആൽഫ ന്യൂമറിക് കീസ് ആണ് ഹെക്സാഡെസിമലിനകത്ത് ഉള്ളത് എന്ന് ഓർക്കുക. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. കമ്പ്യൂട്ടർ ഇത് 4 ഉപയോഗിക്കും. മെയിൻ ആയിട്ടും കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് ഏതാണ്? ബൈനറി നമ്പർ സിസ്റ്റം ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്കിത് പഠിക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബേസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് എവിടെ മുതൽ എവിടം വരെയുള്ള നമ്പേഴ്സ് ആണ് ഉണ്ടാവുക എന്നറിയാനായിട്ട് ഒരു ഇതുണ്ട്. അതെന്താണ്? n-1 എന്നുള്ള ഇക്വേഷൻ ആണ്. സോ 0 to n-1 യുണീക്ക് ഡിജിറ്റ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. വേർ n ഇസ് ദി ബേസ് ഓഫ് ദാറ്റ് നമ്പർ സിസ്റ്റം. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിക്കുക. അതായത് ഇവിടെ 2 ബേസ് ആയ സമയത്ത് 2 - 1, 0 മുതൽ 1 വരെയുള്ള ഡിജിറ്റ് ആണ് ഉണ്ടായത്. അപ്പൊ ഏതാ? 0യും 1ഉം. ഇവിടെയോ 0 മുതൽ 7 വരെ, 3, 4, 5, 6, 7. ഇവിടെയോ ഇങ്ങനെ എത്ര വരെ? 9 വരെ. ഇവിടെ 9 വരെയുണ്ട്, ABCDEF വരെയുണ്ട്. മനസ്സിലായോ? നമ്മളുടെ കമ്പ്യൂട്ടറിൽ എണ്ണി തുടങ്ങുന്നത് 0യിൽ നിന്നാണ് എന്നുള്ളത് ഓർക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The shortcut key Alt F4 is used to. Alt F4 എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എക്സിറ്റ് ഫ്രം ദി ആക്റ്റീവ് പ്രോഗ്രാം, സ്വിച്ച് ടു നെക്സ്റ്റ് വിൻഡോ, എന്താണ് റിഫ്രഷ് എ വിൻഡോ, സെലക്ട് ഓൾ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. Alt F4 നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? എക്സിറ്റ് ഫ്രം എ ആക്റ്റീവ് പ്രോഗ്രാം, ആക്റ്റീവായിട്ട് നിൽക്കുന്ന വിൻഡോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ Alt F4 ഉപയോഗിക്കുന്നത്. അടുത്ത വിൻഡോയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ Alt + Tab കീ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസ് കീ പ്ലസ് എന്ത് ചെയ്യാം? ടാബ് കീ. ഇത് രണ്ടും ഉപയോഗിക്കാം കേട്ടോ. 2 തരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്, രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. റിഫ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് F5 ഉപയോഗിക്കാം. സെലക്ട് ഓൾ ഫയൽസിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? Ctrl A ആണ് ഉപയോഗിക്കുക. 4 ഷോർട്ട് കട്ട്സ് കിട്ടിയല്ലോ. ഇനി എക്സിറ്റ് ഫ്രം ദി ആക്റ്റീവ് പ്രോഗ്രാമിനാണ് Alt F4 ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് Ctrl F4 ഉണ്ട്. ജസ്റ്റ് ക്ലോസ് ദാറ്റ് ആക്റ്റീവ് ഡോക്യുമെന്റ് ഓർ ആ എക്സിറ്റ് ചെയ്യാതെ, എൻറ്റയർ ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാതെ പെർട്ടിക്കുലർ ആക്റ്റീവ് ഫയൽ എന്താണ് അത് ക്ലോസ് ചെയ്യാൻ. ക്ലോസ് ദി ഫയൽ
വിത്തൗട്ട് എക്സിറ്റിംഗ് ഫ്രം ദി പ്രോഗ്രാം. വിത്തൗട്ട് എക്സിറ്റിംഗ് ഫ്രം ദി പ്രോഗ്രാം. ആ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഡോക്യുമെന്റ് ആവാം. അപ്പോൾ വേർഡിനകത്താണെങ്കിൽ ഡോക്യുമെന്റ്. അപ്പോൾ ആക്റ്റീവ് ആക്കിയിട്ട് നിൽക്കുന്ന ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ F4 ഉപയോഗിക്കാം. കൺട്രോൾ F4ന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെയിം ഷോർട്ട് കട്ട് ആണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ W. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് നോക്കുക. ബയോസ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് സ്റ്റോർഡ് വിത്തിൻ. ബയോസ് എവിടെയാണ് എഴുതിയേക്കുന്നത്? റോമിലാണ്. ഓക്കെ, റോമിൽ എഴുതപ്പെടുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫേംവെയർ എന്ന് പറയാ, അല്ലെ? ഫേംവെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഓർത്തിരിക്കുക. സോ ബയോസ് എവിടെയാണ് എഴുതിയിട്ടുള്ളത്? റോമിനകത്താണ്. സ്റ്റാർട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ബയോസിനകത്തുള്ളത്. ബയോസിന്റെ ഫുൾ ഫോം എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഓക്കെ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നുള്ളതാണ് ബയോസിന്റെ ഫുൾ ഫോം വരുന്നത്. നോക്കിയേ, ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഫൈബർ ഒപ്റ്റിക് കേബിളിനകത്ത് ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ദ ഫോം ഓഫ്, ഏത് ഫോമിലാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലൈറ്റ് ആണ്. ഫൈബർ ഒപ്റ്റിക്സിനകത്ത് ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ എഫക്റ്റ് എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഫൈബർ ഒപ്റ്റിക്സിനകത്ത് ഉപയോഗിക്കുന്നത്. ലൈറ്റ് ആണ് അവിടെ ഡാറ്റയുടെ ഫോമില് ലൈറ്റ് ആണ് അവിടെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫൈബർ ഒപ്റ്റിക്സിനകത്ത് തിയറി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്നുള്ളത് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പാൻഡ് ദി ടേം SMPS. SMPS എന്താണ്? സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. ഓക്കെ, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നുള്ളതാണ് SMPSന്റെ ഫുൾ ഫോം. ഇനി SMPSന്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തെ ഓരോ കമ്പോണന്റിനും റിക്വയർഡ് എമൗണ്ട് ആയിട്ടുള്ള കറസ്പോണ്ടിങ് പവർ കൊടുക്കുക എന്നുള്ളതാണ് SMPSന്റെ ധർമ്മം. നമ്മളുടെ മൗസിനും കീബോർഡിനൊക്കെ +5 വോൾട്ട് മതി. LED മോണിറ്റേഴ്സിന് 5 വോൾട്ട് മതി. DC ആണ് കേട്ടോ ഇതെല്ലാം. അതുപോലെ തന്നെ -5 വോൾട്ട് ഉണ്ട്, -3 വോൾട്ട് ഉണ്ട്, +24 വോൾട്ട് ഉണ്ട്. ഇത്തരത്തില് ഓരോരോ കമ്പോണന്റിനും ആവശ്യമായിട്ടുള്ള പവർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് SMPSന്റെ ഫംഗ്ഷനിങ് വരുന്നത്. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നുള്ളതാണ്. ഫാൻ ഉണ്ട് കൂളിംഗ് സിസ്റ്റത്തിനായിട്ട് എന്നുള്ളതും കൂടെ ഓർക്കണം കേട്ടോ. നമുക്ക് രണ്ടിടത്താണ് ഫാൻ ഉള്ളത് ജനറലി. ഒന്ന് CPU ചൂടാവാതിരിക്കാനും ഒന്ന് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയുടെ അവിടെ ഒരു എക്സോസ്റ്റ് ഫാനും ഉണ്ട്. ക്ലിയർ? ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അതിൽ കൂടുതൽ ഫാനുകൾ വേണമെങ്കിൽ വെക്കാം, അത്രയും കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ എ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്ട് ആസ് എൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ ഇന്നർ വർക്കിംഗ് ഓഫ് എ ഇന്റർനെറ്റ്. യൂസറിനും ഇന്നർ വർക്കിംഗ് ഓഫ് ഇന്റർനെറ്റ്, ഇന്റർനെറ്റിനകത്ത് വർക്കിങ്ങിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഇന്റർഫേസ് ആരാണ്? അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോഫ്റ്റ്വെയർ എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്താണ്? ബ്രൗസർ ആണ് ആൻസർ. ക്ലിയർ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഇസ് യൂസ്ഡ് ആസ് എ മെമ്മറി ഡിവൈസ് ഇൻ എ കമ്പ്യൂട്ടർ? മെമ്മറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ കമ്പ്യൂട്ടർ മെമ്മറി സെമി കണ്ടക്ടർ മെമ്മറിയാണ്. സിലിക്കൺ ജെർമേനിയം പ്രോഡക്റ്റുകൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ട്രാൻസിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളുടെ VLSI ULSI ടെക്നോളജിയൊക്കെ എന്താണ്? മില്യൺസ് ഓഫ് കമ്പോണൻസ്, ചെറിയ ചെറിയ IC ചിപ്പുകൾ. അപ്പം ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ടാണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറി ഡിവൈസ് ആയിട്ടുള്ള സർക്യൂട്ട്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒരു ഇലക്ട്രോണിക് ടേം ആണ്. മെയിനായിട്ടും പഠിച്ചു വെക്കുക. നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, D ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള 3 എണ്ണം. ഇതിനകത്ത് D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ് എന്നുള്ളത് ഓർക്കുക. അതായത് ഈ D ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ JKയും SR ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം ഇത് കടന്ന് ചിന്തിക്കേണ്ട ഇലക്ട്രോണിക് ടോപ്പിക് ആണ്. നമുക്ക് അത്രയും പോകേണ്ട കാര്യമില്ല. സോ ജസ്റ്റ് ഓർത്ത് വെക്കുക, മെമ്മറി ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്മറി ഡിവൈസിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. 3 എണ്ണം ഉണ്ട് പ്രധാനമായിട്ടും, SR, JK, D. ഇതിനകത്ത് D ആണ് യൂണിവേഴ്സൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. D മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി 2 എണ്ണവും നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which command in MS-DOS create a directory or a subdirectory? നമ്മളുടെ ഫോൾഡറിനെയാണ് ഡയറക്ടറി എന്ന് പറയുന്നത്. ഒരു ഫോൾഡറിനകത്ത് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോൾഡർ ഇൻ എ ഫോൾഡർ. ഓക്കെ, അതിനെയാണ് നമ്മൾ സബ് ഡയറക്ടറി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. CD, MD, DIR, CLS. ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് MD ഓർ MKDIR. മേക്ക് ഡയറക്ടറി എന്നുള്ളതാണ് ഫുൾ ഫോം. MD ഓർ മേക്ക് MKDIR എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ചേഞ്ച് ചെയ്യണം, ഒരു ഡയറക്ടറിയിൽ നിന്നും മറ്റൊരു ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് CD ആണ്. CD ഓർ CHDIR, ചേഞ്ച് ഡയറക്ടറി. ക്ലിയർ? ഇനി DIR എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലിസ്റ്റ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ ഡയറക്ടറിക്കകത്തെ കംപ്ലീറ്റ് ലിസ്റ്റ് ആണ് DIR എന്നുള്ള കമാൻഡ് കൊണ്ട് നമുക്ക് കിട്ടുക. ഇനി നമ്മളൊരു കംപ്ലീറ്റ് സ്ക്രീൻ ഇങ്ങനെ നിറച്ച് എഴുതി വെച്ചു, അത് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിലാണ് എന്ത് CLS. ഇത് ഡോസ് കമാൻഡുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഒക്ടൽ കൺവേർഷൻസ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പറയുക, ഞാനത് ശരിയാക്കി തരാം. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.